മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയിലെ കരിമ്പ് തൊഴിലാളികളായ സ്ത്രീകളിൽ നിന്നും വ്യാപകമായി ഗർഭപാത്രം നീക്കം ചെയ്യപ്പെട്ടതിനെ കുറിച്ച് വന്ന ഒരു പത്രവാർത്തയെ അടിസ്ഥാനമാക്കി അശ്വതി KS എഴുതി DC ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് അനുലഖി. പുസ്തകത്തിലെ കേന്ദ്ര കഥാപാത്രമായ സാറ എസ്തർ കർണാടകയിലെ ജിതറാൾ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറാണ്. ഇരുൾ നിറഞ്ഞ തന്റെ പഴയ കാലത്തിൽ നിന്നും ഓടി അകലാൻ ശ്രമിക്കുന്ന സാറയെ ഒരു പത്രവാർത്ത വീണ്ടും ആ കാലത്തിന്റെ മങ്ങിയ ഓർമ്മകളിലേക്ക് വലിച്ചെറിയുന്നു. തനിക്ക് ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കാതെ പോയ ആ കാലത്തിന്റെ ഓർമ്മകളിൽ നിന്നുള്ള ഒളിച്ചോട്ടം ഇനിയും അസാധ്യമാണെന്ന് സാറ തിരിച്ചറിയുന്നു. അങ്ങനെ മൈഥിലി എന്ന തന്റെ ഗ്രാമത്തെ തേടി, എന്നോ നഷ്ടമായ തന്റെ വേരുകളെ തേടി, കാവൂളാട്ടം എന്ന ദുരാചാരം നേരിട്ട് കാണേണ്ടി വന്ന ആ 7 വയസ്സുകാരിയുടെ അതേ പകപ്പോടെയും അജ്ഞതയോടെയും ഡേവിഡ് എന്ന തന്റെ സുഹൃത്തിനൊപ്പം സാറ ഒരു യാത്ര ആരംഭിക്കുകയാണ്. ആ യാത്രയിലൂടെ അവൾ മനസ്സിലാക്കുന്ന സത്യങ്ങൾ അവളെ ശരിക്കും ഞെട്ടിപ്പിക്കുന്നു. താൻ മനസ്സിലാക്കിയതിലും എത്രയോ വലിയ ക്രൂരതയാണ് തന്റെ ഗ്രാമവും മറ്റനേകം ഗ്രാമങ്ങളും കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവൾ തിരിച്ചറിയുന്നു. അതോടെ തന്റെ കുടുംബത്തെ തേടിയുള്ള ആ വ്യക്തിപരമായ യാത്രയ്ക്ക് കൂടുതൽ മഹത്തായ ഒരു പുതിയ മാനം കൈവരുന്നു. അടുത്തിടെ വായിച്ചതിൽ സാമൂഹ്യപരമായും സാഹിത്യപരമായും വളരെയധികം മൂല്യമുണ്ടെന്ന് എനിക്ക് അനുഭവപ്പെട്ട ഒരു കൃതിയാണ് അനുലഖി. തികച്ചും ഭാവനാത്മകമായ ഒരു കൃതിയാണെങ്കിൽ പോലും പുസ്തകത്തിലെ സത്യത്തിന്റെ അംശം ഞെട്ടിപ്പിക്കുന്നതാണ്. പുരോഗമനവാദികളുടെ ഈ കാലഘട്ടത്തിലും തുടരുന്ന വംശീയവും ജാതീയവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള വേർതിരിവുകളെയും അവ മൂലമുണ്ടാകുന്ന അടിച്ചമർത്തലുകളെയും ചൂഷണങ്ങളെയും ഒക്കെ ഈ പുസ്തകം അടയാളപ്പെടുത്തുന്നു. ശബ്ദിക്കാനാകാതെ പോയ ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാരുടെ ശബ്ദമാകുകയാണ് ഈ പുസ്തകത്തിലൂടെ എഴുത്തുകാരി. പൂർണ്ണമായും സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന പുസ്തകമാണെങ്കിൽ പോലും പുസ്തകത്തിലെ പുരുഷ കഥാപാത്രങ്ങളുടെ വികാരങ്ങൾക്കും അവർ നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങൾക്കും എഴുത്തുകാരി നൽകിയിരിക്കുന്ന പ്രാധാന്യം ശ്രദ്ധേയമാണ്. പല ആധുനിക എഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തമായി മിനുസപ്പെടുത്തിയ സാഹിത്യ ഭാഷ തന്നെയാണ് ഈ പുസ്തക രചനയ്ക്കായി എഴുത്തുകാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പലവിധ വികാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ പുസ്തകം ശരിക്കും ഹൃദയസ്പർശിയായ, അതുപോലെ തന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വായനാ നേരമാണ് എനിക്ക് നൽകിയത്. ഇനിയും മാറിയിട്ടില്ലാത്ത, എന്നാൽ മാറേണ്ട കാലത്തെക്കുറിച്ചുള്ള ശുഭപ്രതീക്ഷയോടെയാണ് പുസ്തകം അവസാനിക്കുന്നത്. കൂടുതൽ വായിക്കപ്പെടേണ്ട, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പുസ്തകമാണ് അനുലഖി എന്നാണ് ഈ പുസ്തകം വായിച്ച് അവസാനിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളതെന്ന് കമന്റ് ചെയ്യുക.